വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനം. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് മറിയം ഇപ്രകാരം പറഞ്ഞത്? എൻ്റെ ചിത്തം കർത്താവിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എന്തുകൊണ്ടാണ് മറിയം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും മനസ്സിൽ ആനന്ദിക്കുകയും ചെയ്യുന്നത് എന്നതിൻ്റെ കാരണമാണ് ഇവിടെ പറയുന്നത്. ഈ ദാസിയുടെ എളിമയെ ദൈവം കടാക്ഷിച്ചു. അനേകം ആളുകൾ ഭൂമിയിൽ എളിയവരായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ എളിമയെ ദൈവം പരിഗണിച്ചില്ല. മറിയത്തിൻ്റെ ഈ താഴ്മയെ ദൈവം പരിഗണിക്കുന്നു. ആ എളിമ ആകുന്ന ഗോവണിയിലൂടെ ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങുന്നു. മനുഷ്യർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നു. മറിയത്തിൻ്റെ എളിമ പുതിയ ഒരാകാശവും ശുദ്ധമായ ഒരു ഭൂമിയും ഇവിടെ സൃഷ്ടിക്കുന്നു. മറിയത്തിൻ്റെ എളിമ ദൈവപുത്രനെ മനുഷ്യർക്ക് നൽകുവാൻ പര്യാപ്തമായതായി ദൈവം കാണുന്നു. ആദി മാതാപിതാക്കളുടെ അഹങ്കാരം മൂലം മരണം ഭൂമിയിൽ പ്രവേശിച്ചുവെങ്കിൽ മറിയത്തിൽ വിളങ്ങി നിന്നിരുന്ന എളിമ എന്ന പുണ്യം ജീവൻ നൽകുന്ന ദൈവപുത്രനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. അഥവാ ജീവനെ തന്നെയും മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്നു. അതിനാൽ മറിയം തൻ്റെ അഹങ്കാരത്തിൽ നിന്നോ ദൈവം തനിക്ക് ചെയ്ത കാര്യത്തെ പറ്റിയുള്ള അത്യാഹ്ലാദത്തിൽ നിന്നോ അല്ല ഇത് പറയുന്നത്. പരിശുദ്ധാത്മാവാണ് മറിയത്തിലൂടെ ഇത് സംസാരിക്കുന്നത്. എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. മറിയത്തിലൂടെയും പരിശുദ്ധാത്മാവാണ് പറയുന്നത്. വരാനിരിക്കുന്ന എല്ലാ തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. മറിയം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ എലിസബത്ത് അവളെ പ്രകീർത്തിക്കുന്നു. യേശു തൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, നിന്നെ വഹിച്ച ഉദരം അനുഗ്രഹിക്കപ്പെട്ടവ, നിന്നെ പാലൂട്ടിയ മുലകൾ അനുഗ്രഹിക്കപ്പെട്ടവ. ആ ഏറ്റുപറച്ചിലുകൾ, ആ വിളിച്ചു പറച്ചിലുകൾ എല്ലാ തലമുറകളിലേക്കും വ്യാപിക്കും എന്ന് പരിശുദ്ധാത്മാവ് മറിയത്തിൻ്റെ അധരങ്ങളിലൂടെ തന്നെ വെളിപ്പെടുത്താൻ തീരുമാനമായി. ഈശോയിൽ ഒത്തിരി സ്നേഹമുള്ള സഹോദരങ്ങളെ, എളിമ എന്ന കർത്താവ് അംഗീകരിക്കുന്ന, സ്വർഗം സ്വീകരിക്കുന്ന ഈ പുണ്യം നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടതിന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. Have a blessed day to all of you.